നമ്മൾ നേരെ അങ്കമാലിയിലോട്ട് പോയല്ലോ. അവിടെ ഒരു കോഴിക്കൂട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ. അയ്യമ്പുഴ കൊല്ലക്കോട് ജോണിയുടെ വീട്ടിൽ നിന്നാണ് വനം വകുപ്പ് എത്തി പാമ്പിനെ പിടികൂടിയത്. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷേ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എങ്ങനെയാണ് മനീഷേ? സിധു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഈ കൊല്ലക്കോടുള്ള ജോണിയുടെ വീട്ടിൽ ഈ പുറത്തുവശത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കോഴിക്കോട് നിന്ന് അസാധാരണമായുള്ള കോഴികളുടെ നിലവിളി കേൾക്കുന്നത്. ഈ പ്രദേശത്ത് ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയുടെ ഭാഗമായി ഇത്തരത്തിൽ ശബ്ദം കേട്ടതോടെയാണ് ഇവർ വീട്ടിൽ നിന്ന് വീടിന് പുറത്തിറങ്ങി എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഈ കോഴിക്കൂട്ടിൽ പെരുമ്പാമ്പിനെ കാണാനിടയായത്. പിന്നാലെ വനം വകുപ്പിനെ അറിയിക്കുകയും വനം വകുപ്പ് ഈ സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. എന്തായാലും ജോണിയുടെ കോഴികളടക്കം ഈ പെരുമ്പാമ്പ് ആക്രമിച്ചിട്ടുണ്ട്. പിടികൂടുമ്പോൾ ഒരു കോഴീനെ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ കൂടിയായിരുന്നു പെരുമ്പാമ്പ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്ഥലത്ത് മഴ പെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അസാധാരണമായ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുകയും പിന്നീട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുമ്പോൾ പെരുമ്പാമ്പിനെ കോഴിക്കോടിൽ കാണുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ ഭാഗത്തു നിന്ന് പെരുമ്പാമ്പിനെ വനം വകുപ്പ് സുരക്ഷിതമായി പിടികൂടി വനത്തിൽ തുറന്നുവിട്ടിട്ടുണ്ട്. സേതു. ഓക്കെ മനീഷ്, ശരി. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, വേനൽക്കാലം ആകുമ്പോഴത്തേക്കും വേനൽക്കാലവും പാമ്പുകളുടെയൊക്കെ പ്രജനന കാലമൊക്കെ കണക്കിലെടുത്ത് ഇവരൊക്കെ പുറത്തിറങ്ങുകയും മനുഷ്യനെ കടിക്കുകയൊക്കെ ചെയ്തത് ഇടയ്ക്ക് വെച്ച് സ്ഥിരം നമ്മൾ വാർത്തയായിക്കൊണ്ടിരുന്നതാണ് അല്ലേ. പലയിടത്തും പാമ്പ് കടിയേറ്റ ആളുകൾ മരിക്കുകയും ആളുകൾ ചികിത്സയിലാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം മഴക്കാലം വരുമ്പോഴും സമാനമായ ഒരു സ്ഥിതിയുണ്ട്. ഈ പാമ്പുകളൊക്കെ മാളമൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇതൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് അതും നമ്മളൊന്ന് കരുതലോടുകൂടി പോകണം. വേനൽക്കാലത്ത് മാത്രമല്ല, മഴക്കാലത്തും പാമ്പ് ശല്യമൊക്കെ കൂടുതലായിരിക്കും.